രാവിലെ ചായ ഒരടപ്പത്ത് പിള്ളേർക്ക് കുടിക്കാനുള്ളത് എടുക്കുന്നുണ്ട്, പാലൊക്കെ ഒന്ന് കാച്ചി എടുക്കുന്നുണ്ട്. അപ്പം ഞങ്ങൾക്ക് പൈപ്പ് ലൈൻ ഗ്യാസാണ്. അപ്പോൾ ഇന്ന് 11 മണിയാകുമ്പം ഗ്യാസ് പോവും. അപ്പോൾ അതിന് മുമ്പിട്ട് എല്ലാ ഉച്ചക്കത്തെയൊക്കെ ഒന്ന് ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് മധുരക്കിഴങ്ങ് ഉണ്ടാക്കുന്നത്, അതൊന്ന് ക്ലീൻ ചെയ്ത് ഒന്ന് ബോയിൽ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ചായയൊക്കെ റെഡിയായി, അതൊക്കെ ഒന്ന് ആറ്റിച്ചെടുത്തിട്ടുണ്ട്. അന്നേരം ഉച്ചയ്ക്ക് ഉണ്ടാക്കുന്നത് ഒരു പുലാവാണ്. അപ്പം ഡിമാർട്ടിൽ നിന്ന് ഈ പൊട്ടറ്റോ ചില്ലി ഗാർലിക് പൊട്ടറ്റോ ഷോട്ട്സ് ഈ ബോൾസ് ഇങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൊണ്ട് എന്ന് ഞാൻ ചിന്തിച്ച് ഇതൊന്ന് വറുത്ത് നമ്മൾ ഈ സോയാ ചങ്ക്സ് വറുത്ത് നമ്മൾ പുലാവിൻ്റെ അകത്ത് ഇടുമല്ലോ, അതുപോലെ ഇടാമെന്ന് വെച്ചാൽ ഞാൻ ആദ്യം ചിന്തിച്ചു ഇത് എണ്ണയിലിടുമ്പം പൊട്ടിപ്പോകുമെന്ന്. കാരണം ഇന്നാളി ഈ വെജിറ്റബിൾ പാറ്റീസ് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ എണ്ണയിലിട്ടപ്പോഴത്തേക്കിന് അതങ്ങ് ചിലതൊക്കെ അങ്ങ് പൊട്ടിപ്പോയി. പക്ഷേ ഇത് കുഴപ്പമില്ലായിരുന്നു, നന്നായി എല്ലാം വറുത്തെടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഉരുളി വെച്ച് അതിലേക്ക് ഇച്ചിരി ഓയിൽ ഒഴിച്ചതിന് ശേഷം സവാള, ക്യാരറ്റ്, പച്ചമുളക്, മട്ടർ ഇതെല്ലാം കൂടെ ഒന്നിട്ടിട്ടുണ്ട്. എല്ലാം കൂടെ ഇട്ടിട്ടാണ്. പക്ഷേ ഞാൻ അതിൻ്റെ അകത്ത് ആദ്യം ഇച്ചിരി പട്ട ഗ്രാമ്പൊക്കെ ഇടാൻ മറന്നുപോയി. ഞാനൊരു ഇച്ചിരി ഷാജീര അതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. വെജിറ്റബിൾസൊക്കെ ഇത്തിരി ഒന്ന് വാടി വന്നാൽ അതിലേക്ക് ഇച്ചിരി മഞ്ഞൾപ്പൊടി, സ്വല്പം മുളക് പൊടി, ഇച്ചിരി ഗരം മസാല, പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ ചിക്കൻ മസാലയാണ് ചേർത്ത് കൊടുത്തത്. എന്നിട്ട് അതൊന്ന് ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് നിങ്ങൾക്ക് എത്രയും റൈസ് വേണോ അതനുസരിച്ച് ഇട്ട് കൊടുക്കാം. ഞാനിപ്പം 1 ഗ്ലാസ് റൈസിന് 2 ഗ്ലാസ് വെള്ളം എന്ന രീതിയിലാണ് ഒഴിക്കുന്നത്. റൈസിന് ആവശ്യമായ ഉപ്പും ചേർത്ത് ഇച്ചിരി നെയ്യൂടെ ചേർത്തിട്ട് ഇതൊന്ന് നമുക്ക് തിളയ്ക്കാനായിട്ട് വിട്ട് കൊടുക്കാം. ഒന്ന് അടച്ചു കൊടുക്കാം ഇച്ചിരി നേരം. അപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞുടനെ അതിൻ്റെ അകത്തെ വെള്ളമൊക്കെ ഒന്ന് വറ്റി അടിയിലൊരു ഇച്ചിരിയും ഒരു വെറ്റ് പോലുണ്ട്. ഞാനങ്ങ് തീ ഓഫാക്കി. കാരണം ഇത് ഇൻഡാലിയത്തിൻ്റെ പാത്രം ആയതുകൊണ്ട് നല്ല ചൂടായിരിക്കും. അതുകൊണ്ട് അതിൽ കിടന്ന് തന്നെ ആവി കിടന്നത് നന്നായി കുറേയും കൂടെ ഒന്ന് വെന്ത് വരും. അതവിടെ അടച്ചിട്ടിട്ട് ഞാൻ പാത്രം കഴുകാനുണ്ടായിരുന്നു. ആ പാത്രങ്ങളെല്ലാം ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് പാത്രങ്ങളൊക്കെ കഴുകി വന്നപ്പോഴത്തേക്ക് നമ്മുടെ റൈസ് ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. കുറച്ചുകൂടെ അതിൻ്റെ ക്വാണ്ടിറ്റി ഒന്ന് കൂടിയിട്ടുണ്ട് ആവിയിലിരുന്ന് വെന്തതുകൊണ്ട്. അപ്പം നമ്മൾ വറുത്ത ഈ പൊട്ടറ്റോടെ ബോൾസ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ റൈസ് ഒന്നും ഒട്ടിപ്പിടിച്ചിട്ടോ ഒന്നുമില്ല, നല്ല ഒന്നേലൊന്നേ തൊടാതിരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇനിയും നെയ്യൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ വീഡിയോയുടെ ഫുള്ളായിട്ടുള്ള വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ ഞാൻ ബിജീസ് കിച്ചൻ ചാനൽ വ്ളോഗിൽ ഇട്ടിട്ടുണ്ടേ.